ഈ നവഗ്രഹങ്ങളുടെ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ഇത് 9 ഗ്രഹങ്ങൾ. അതിൽ നമ്മൾ മനസ്സിലാക്കണം, ഗ്രഹങ്ങൾ നമ്മളിപ്പോൾ ആരുടെയും പറഞ്ഞ 9 ഗ്രഹം, ആദ്യത്തെ ഗ്രഹം സൂര്യൻ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അവർ നമ്മളെ കളിയാക്കും. സൂര്യൻ ഗ്രഹമാണെന്ന് ചോദിക്കും, അല്ലെങ്കിൽ ചന്ദ്രൻ ഗ്രഹമാണെന്ന് നമ്മൾ ചോദിക്കും. അപ്പം അതിനുള്ള ആൻസറാണ് ഇവിടെ താഴെ എഴുതിയിരിക്കുന്നത്. ഗ്രഹം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം സംസ്കൃതമാണല്ലോ അതിൻ്റെ റൂട്ട് ലാംഗ്വേജ് എന്ന് പറയുന്നത്. സംസ്കൃതത്തിൽ ഗ്രഹം എന്ന് പറഞ്ഞാൽ, നമ്മളിവിടെ ഗ്രഹം എന്ന് ഉദ്ദേശിക്കുന്നത് സൗരയൂഥത്തിലെ ഗ്രഹങ്ങളല്ല ഉദ്ദേശിക്കുന്നത്. പിന്നെയോ ഗ്രഹം എന്ന് പറഞ്ഞാൽ എല്ലാ ജീവജാലങ്ങളിലും സ്വാധീനം ചലിപ്പിക്കാൻ പറ്റുന്ന ആകാശഗോളങ്ങളെയാണ് എന്ത് പറയുന്നത്, ഗ്രഹം എന്ന് പറയുന്നത്. അതല്ലാണ്ട് സൗരയൂഥത്തിലെ 9 ഗ്രഹങ്ങളല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ അകത്തുള്ളതുകൊണ്ട് എങ്കിലും നമ്മളിൽ ഒരു ഇൻഫ്ലുവൻസ്, ഒരു സ്വാധീനം ചെലുത്താൻ കഴിവുള്ള ഈ ഗോളങ്ങളെയാണ് എന്ത് പറയുന്നത്, ഈ ഗ്രഹം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് ഭൂതങ്ങൾ എന്ന് പറയുന്നത്. ഭൂതങ്ങൾ എന്ന് വെച്ചാൽ ഭവന്തി ഇതി ഭൂതം, ഭവന്തി ഇത് ഭൂതം എന്ന് പറയുന്നത്. ഭവന്തി ഇതി അതായത് എന്തൊക്കെ ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ ബിഗ് ബാങ് തിയറിയൊക്കെ ആണെങ്കിൽ ഒരു ബിഗ് ബാങ് കൊണ്ടാണ് ഇതിൻ്റെ ഈ അണ്ടകടാകത്തിലുള്ള എല്ലാ വസ്തുക്കളും ഉണ്ടായിരിക്കുന്നത് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ ഉണ്ടായ എല്ലാ വസ്തുക്കളിലും എന്തുണ്ട്, പിന്നെ ഭൂതങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ചുറ്റുപാടുമുള്ള എല്ലാ വസ്തുക്കളിലും ഒരു സ്വാധീനമുള്ള 9 ഗോളങ്ങളെയാണ് നമ്മളിവിടെ നവഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മളാണ് കേന്ദ്രബിന്ദു. ശരിക്കും സൗരയൂഥത്തിൻ്റെ സെൻട്രൽ സൂര്യനാണ്, എങ്കിലും ജ്യോതിഷം പറയുമ്പോൾ നമ്മളാണ്, ആരുടെ ജാതകമാണ് എടുക്കുന്നത് അയാളാണ് അതിൻ്റെ കേന്ദ്രബിന്ദു. അതാണ് ഗ്രഹനിലയുടെ ഇമ്പോർട്ടൻസ്. അപ്പോൾ സൂര്യനും നമുക്ക് ചുറ്റും കറങ്ങുകയാണെന്നാണ് നമ്മൾ ഫീൽ ചെയ്യുന്നത്. ആക്ച്വലി അങ്ങനെ അല്ലെങ്കിലും. അപ്പോൾ അതുകൊണ്ട് സൂര്യനും നമ്മളിൽ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട്. അവിടെ ആദ്യം നമ്മൾ സൂര്യനാണ് ഗ്രഹം എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ ആ ഒരു പ്രാർത്ഥന ശ്ലോകത്തിലെ ഓം നമ സൂര്യായ, ആദ്യം സൂര്യനെയാണ് പറയുന്നത്. പിന്നെ അടുത്തത് സോമായ, പിന്നെ കുജൻ, ബുധൻ, വ്യാഴം, ശുക്രൻ, ശനി, രാഹു, കേതു. അങ്ങനെ 9 നവഗ്രഹങ്ങൾ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ രാഹു കേതുക്കൾ എന്ന് പറയുന്നത് അങ്ങനെ ഒരു ഒരു വസ്തുവായിട്ട്, അല്ലെങ്കിൽ ഒരു ഫിസിക്കലായിട്ട് അവിടെ കാണാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒരു സോളിഡ് ആയിട്ടുള്ള ഒരു ഗോളമല്ല, ഒരു ഛായാഗ്രഹം മാത്രമാണ് രാഹുകേതുക്കൾ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഗ്രഹങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ആദ്യത്തെ 7 എണ്ണത്തിനെയാണ് നമ്മൾ ഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. ആ കൂടെ ഈ ഗ്രഹങ്ങളെ, ഈ രാഹു കേതുവിനെ നമ്മൾ ഗ്രഹമായിട്ട് കൂട്ടുന്നു. കാര്യം എന്തുകൊണ്ടാണ്, നമ്മൾ ഗ്രഹനില എടുക്കുമ്പോൾ ഓരോ ദശാകാലം നോക്കുമ്പോൾ രാഹുവിനും കേതുവിനും ഉണ്ട് ദശാകാലം അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് രാഹുവിനും കേതുവിനും ദശാകാലം ഉള്ളതായിട്ട് വരുന്നതുകൊണ്ടാണ് നമ്മൾ 9 ഗ്രഹങ്ങളായിട്ട് പറയുന്നത്. അതൊരു ഛായാഗ്രഹം ആണെങ്കിലും രാഹുവിനും കേതുവിനും നമ്മുടെ ജീവിതത്തിലെ ഇൻഫ്ലുവൻസ് വളരെ നല്ല രീതിയിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവരെ കൂട്ടിയിരിക്കുന്നു. പിന്നെ ഗുളികൻ എന്ന് പറയുന്ന ഒരു സംഭവം കൂടെ, അതിനും ചെറിയ രീതിയിൽ നമ്മളെ ഇൻഫ്ലുവൻസ് ഉണ്ട്. എങ്കിലും ഗുളികൻ എന്ന് പറയുന്ന ഒരു ഗ്രഹം ഒരു എന്താ പറയുന്നത്, ഒരു ദശാകാലം നമുക്കില്ല. ഗുളികൻ എന്ന് പറയുന്ന ഒരു ദശാകാലം നമുക്കില്ല. അപ്പോൾ അതുകൊണ്ട് 9 ഗ്രഹങ്ങളുടെ കൂടെ ഗുളികനെ കൂട്ടിയിട്ടില്ലെങ്കിലും ഗ്രഹനിലയിൽ ഗുളികൻ വരും. ഗുളികന് ചെറിയ എഫക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് 10 എണ്ണത്തിൻ്റെ പേര് നമ്മൾ ഓർത്തിരിക്കണം. അപ്പോൾ ഇവിടെ വേറൊരു കാര്യം ശ്രദ്ധിച്ചാൽ അറിയാം, ഈ 7 ഗ്രഹങ്ങൾ, ആദ്യത്തെ 7 ഗ്രഹങ്ങൾ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതായത് നമ്മുടെ തലയ്ക്ക് ചുറ്റും ആകാശത്തിൽ കൂടെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും 7 എണ്ണം സഞ്ചരിക്കുന്നത്. ബാക്കി രാഹു കേതുക്കൾ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും, ആൻറ്റി ക്ലോക്ക് വൈസ് ആയിരിക്കും സഞ്ചരിക്കുന്നത്. മനസ്സിലായി? അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മൾ വണ്ടിയിലൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും നിഴൽ എങ്ങനെയായിരിക്കും സഞ്ചരിക്കുന്നത്? നിഴല് മുമ്പോട്ടൊരിക്കലും നിഴൽ സഞ്ചരിക്കുകയില്ല. നമ്മൾ മുമ്പോട്ട് പോകുമ്പോഴത്തേക്കും നിഴൽ പുറകോട്ടായിരിക്കും സഞ്ചരിക്കുന്നത്. ശരിയല്ലേ? എന്ന് പറഞ്ഞ പോലെ സൂര്യനും ചന്ദ്രനും ഭൂമിക്കും ഇടയിൽ കൂടെ, അല്ലെങ്കിൽ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ ചന്ദ്രൻ ഭൂമിക്ക് ചുറ്റും കറങ്ങുമ്പോൾ
ഉണ്ടാകുന്ന ഒരു നിഴലാണ് എന്ത് ഈ രാഹു കേതു എന്ന് പറയുന്നത്. മനസ്സിലായി? അപ്പോൾ അവരുടെ സൂര്യൻ്റെ ആ പ്രകാശം കൊണ്ടും ചന്ദ്രൻ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ ആ ചന്ദ്രൻ്റെ ഒരു നിഴലാണ്, അല്ലെങ്കിൽ ഭൂമിയുടെയും ചന്ദ്രൻ്റെയും കൂടെ നിഴലിൻ്റെ ഒരു ഇഫക്റ്റാണ് എന്ത് പറയുന്നത് രാഹു കേതു എന്ന് പറയുന്നത്. അപ്പോൾ അവ രണ്ടുപേരും എങ്ങനെ സഞ്ചരിക്കുന്നത്? ഭൂമിയും ചന്ദ്രനും ക്ലോക്ക് വൈസ് ആണ് സഞ്ചരിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഗ്രഹങ്ങളെല്ലാം ക്ലോക്ക് വൈസ് ആണ് സഞ്ചരിക്കുന്നതെങ്കിൽ, രാഹുകേതുക്കളൊക്കെ നിഴലായതുകൊണ്ട് ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ടാണ് സഞ്ചരിക്കുന്നത്. അതാണ് മനസ്സിലാക്കുന്നത്. പിന്നീട് നോക്കേണ്ടത്, നമ്മൾ ഈ ഗ്രഹനിലയിൽ എഴുതുമ്പോൾ ഓരോ ഗ്രഹങ്ങളെയും നമ്മൾ മുഴുവൻ പേര് എഴുതത്തില്ല. ഗ്രഹനിലയിൽ അതിൻ്റെ ഫുൾ പേര് നമ്മൾ എഴുതത്തില്ല. ഉദാഹരണത്തിന് നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സൂര്യൻ എവിടെ നിൽക്കുന്നത്? സൂര്യൻ 56 ഡിഗ്രി. അപ്പോൾ ഇവിടെ ഇടവത്തിലൂടെ രാ എന്ന് എഴുതിയിട്ടുണ്ട്. രാ എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. രവി. മനസ്സിലായി? അപ്പോൾ അത് ഒരു നമ്മൾ ഗ്രഹനില എഴുതുന്നത് സൂര്യന് പകരം സൂര്യൻ എഴുതുന്ന രവി എന്നാണ് എഴുതുന്നത്. ഉദാഹരണത്തിന് ശനിക്ക് മന്ദൻ എന്നാണ് എഴുതുന്നത്. ശനി നൽകുന്നത്. അപ്പം അതാണ് ഇവിടെ ഷോർട്ട് ഫോം കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഷോർട്ട് ഫോം കൊടുത്തിരിക്കുന്നത് നോക്കിയേ. ഇതാണ് ഈ ഇവിടെ കാണിക്കുന്ന ഈ കോളത്തിൽ കൊടുത്തിരിക്കുന്നത് ഓരോ ഗ്രഹത്തിൻ്റെയും ഷോർട്ട് ഫോമാണ് അതിൻ്റെ ആ പേര്. ഇപ്പോൾ സൂര്യന് ആദിത്യൻ എന്നാണ് പറയുന്നത്. ഇവിടെ നമ്മൾ രവി രാ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ചന്ദ്രന് ആ ചാ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. കുജന് അല്ലെങ്കിൽ ചൊവ്വ അല്ലെങ്കിൽ കുജൻ രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പോൾ അതിന് ഇവിടെ കൊടുത്തിരിക്കുന്നു ഇങ്ങനെ. അതെ, ചൊവ്വയ്ക്ക് കുജൻ എന്ന് പറയുന്നു. രണ്ടും പറയും, ചൊവ്വ അല്ലെങ്കിൽ കുജൻ. ബുധൻ തന്നെ. വ്യാഴത്തിന് ഇവിടെ ഗുരു എന്നാണ് പറയുന്നത്. വ്യാഴത്തിന് ഗുരു എന്ന് പറയുന്നു. ഗുരു എന്ന് പറഞ്ഞാൽ ദേവന്മാരുടെ ഗുരു ബൃഹസ്പതിയാണല്ലോ. ബൃഹസ്പതി ആയിരിക്കാം ഒരുപക്ഷെ ഇവിടെ ഗുരുവായിട്ട് കൂട്ടിയിരിക്കുന്നത്. അതുകൊണ്ടാണ് വ്യാഴത്തിന് ഗുരു എന്ന് പറയുന്നു. ശുക്രൻ തന്നെ. ശുക്രൻ എന്ന് വെച്ചാൽ ശുക്രാചാര്യൻ അസുരന്മാരുടെ ഗുരുവാണല്ലോ എന്നും പറയുന്നുണ്ട് ശുക്രൻ. പിന്നെ ഇവിടെ ശനി. അതെ, മന്ദമായിട്ട് സഞ്ചരിക്കുന്നത്. 32 വർഷം കൊണ്ടാണ് സഞ്ചരിക്കുന്നത്. അതുപോലെ ഒരു ഗ്രഹനിലയിലെ ഒരു രാശി കടക്കുന്നതിന് വേണ്ടി 2.5 വർഷം എടുക്കുന്നു. ബുധന് ബുധൻ തന്നെ. അതുപോലെ ഇവിടെ രാഹുവിനെ സർപ്പി എന്ന് വിളിക്കുന്നുണ്ട്. രാഹുവിനെ സർപ്പി എന്ന് വിളിക്കുന്നു. അതിന് സ എന്നാണ് എഴുതുന്നത്. കേതുവിനെ ശിഖി എന്നാണ് വിളിക്കുന്നത്. അതുകൊണ്ട് ശി എന്ന് എഴുതും. ശിഖി. ശി എന്നാണ് എഴുതുന്നത്. പിന്നെ ഗുളികനെ മാ എന്ന് നീട്ടി എഴുതുന്നു. മാന്തി. ഗുളികൻ ശനിയുടെ മകനാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനൊരു കഥയൊക്കെ ഉണ്ട്. ഇത് നീട്ടിയാണ്. മാ. ശനിക്ക് മന്ദൻ മാ മാത്രം. ഗുളികന് മാ ദീർഘമുണ്ട്. അത് ലഗ്നം. നമ്മളത് വരുന്നുണ്ട് അതിലേക്ക്. അത് ഗ്രഹനിലയില്